പ്രിയമുള്ള ആശാ സഹോദരിമാരെ, നമ്മൾ കഴിഞ്ഞ 16 ദിവസമായി നടത്തിവരുന്ന അതിജീവന പോരാട്ടം പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ ആഹ്വാനം ചെയ്ത പണിമുടക്ക് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയും കൂടുതൽ ആശാവർക്കർമാർ ഈ പണിമുടക്ക് ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് സംജാതമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡുകൾ വളരെ ന്യായമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ പൊതു മനസാക്ഷി മുഴുവൻ നമ്മളോടൊപ്പം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. അങ്ങനെ നമ്മുടെ സമരം പുതിയൊരു ഉയർന്ന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇത് നിർണായകമായൊരു സമയമാണ്. പക്ഷേ മറുവശത്താകട്ടെ അധികാരികൾ നമ്മൾ ഉന്നയിച്ച ഡിമാൻഡുകൾ, ആവശ്യങ്ങൾ അത് പരിഗണിക്കുന്നതിനോ പരിഹരിക്കുന്നതിനോ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ നുണപ്രചരണങ്ങളും അപവാദങ്ങളും നമ്മുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ നമ്മളെ ഭയപ്പെടുത്താനും ഈ പണിമുടക്കിൽ നിന്നും സമരത്തിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കാനുമായി ഇന്ന് പുതിയൊരു ഓർഡർ ഇറക്കിയിരിക്കുകയാണ്. ആശാവർക്കർമാർ അടിയന്തരമായി ജോലിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ ഉടനെ അവരെ പിരിച്ചുവിടലടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. എങ്ങനെയാണിത് സാധ്യമാകുന്നത്? നമ്മൾ ഉന്നയിച്ച ഡിമാൻഡുകൾ വളരെ ന്യായമാണ്. നമ്മളിത് സംസാരിക്കുമ്പോൾ പോലും നമുക്ക് വേതന കുടിശ്ശിക തരാനുണ്ട്. അപ്പോൾ മാസങ്ങളോളം വേതന കുടിശ്ശിക നൽകാതിരിക്കുന്ന അധികാരികൾ അത് ആവശ്യപ്പെട്ട് മുന്നോട്ട് വരുന്ന ജോലി ചെയ്ത ആളുകളോട് ജോലി ചെയ്ത ശേഷം കൂലി ചോദിക്കുമ്പോൾ നിങ്ങളെ പിരിച്ചുവിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ഞങ്ങൾ പകരം ആളെ വെച്ച് അവർക്ക് വേറെ കൂലി കൊടുക്കുമെന്ന് പറയുകയും ചെയ്യുന്നത് വളരെ അധാർമികമായൊരു കാര്യമാണ്. അതുകൊണ്ട് ആശാവർക്കർമാർ ചെയ്യേണ്ടുന്നത്, പരിശീലനം ലഭിച്ച ആളുകളാണ് നമ്മൾ. കേരള ഗവൺമെൻറ്റും ആരോഗ്യ വകുപ്പും NHM ഒക്കെ തീരുമാനിച്ച് നടപ്പിലാക്കുന്ന വിവിധങ്ങളായ പരിശീലന പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ചും 9 മൊഡ്യൂളുകളിലായി നമുക്ക് കിട്ടിയ വിദഗ്ധ പരിശീലനം നേടിയ ആളുകളാണ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 26,000-ൽ പരം വരുന്ന ആശാവർക്കർമാർ. അങ്ങനെയുള്ള ആശാവർക്കർമാരെ ഒഴിവാക്കിക്കൊണ്ട് പരിശീലനം ലഭിക്കാത്ത ആളുകളെ സന്നദ്ധ പ്രവർത്തകരെ ഉപയോഗിച്ച് നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ചെയ്യുമെന്നാണ് NHM പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവിൽ പറയുന്നത്. അത് തികച്ചും നടക്കാത്തൊരു കാര്യമാണ്. അതൊരിക്കലും ഈ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടാത്തൊരു കാര്യമാണ്. കാരണം ആരോഗ്യ രംഗത്ത് പരിശീലനം ലഭിച്ച വിദഗ്ധരായ ആളുകളെ തന്നെയാണ് വേണ്ടത്. അതിന് യോഗ്യതയുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രവർത്തന മേഖലകളിലുള്ള ജനങ്ങളോട് പറയാനുള്ളത്, പരിശീലനം സിദ്ധിക്കാത്ത ഒരു സന്നദ്ധ പ്രവർത്തകരും നിങ്ങളുടെ വീടുകളിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾ യാതൊരു വിവരങ്ങളും കൈമാറരുത് എന്നുള്ള കാര്യം നമ്മൾ ഇപ്പോൾ തന്നെ പ്രചരിപ്പിച്ചു തുടങ്ങണം. അതോടൊപ്പം തന്നെ ബഹുജനങ്ങളിൽ നിന്നുള്ള പിന്തുണ നമ്മൾ തീർച്ചയായും ആർജിക്കേണ്ടതുണ്ട്. നമ്മൾ വിജയം കണ്ടേ മടങ്ങും. നമ്മൾ ഒറ്റക്കെട്ടായി കൂടുതൽ കരുത്തോടെ മുന്നോട്ട്